This is the continuation of the previous class on types of interviews. This is the continuation of previous class on types of interview. Already discussed about structured interview, unstructured interview, focused interview and clinical interview. Now we will be discussing about telephone interview, depth interview and group interview. Telephone interview. Telephone interview is a non-personal method of data collection. Non-personal method എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്പോണ്ടൻസിനെ നേരിട്ട് കണ്ട് ഡേറ്റ കളക്ട് ചെയ്യണമെന്നില്ല, അല്ലാതെ ഫോണിലൂടെ സംസാരിച്ചും ഡേറ്റ കളക്ട് ചെയ്യും. അതിനെയാണ് നോൺ പേഴ്സണൽ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എ മെയിൻ മെത്തേഡ് ഓർ സപ്ലിമെൻ്ററി മെത്തേഡ്. ടെലിഫോൺ ഇൻ്റർവ്യൂ ഒരു മെയിൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ഇൻ്റർവ്യൂവിലൂടെ തന്നെ ഡേറ്റ മുഴുവനും കളക്ട് ചെയ്യാം. അല്ല, അതൊരു സപ്ലിമെൻ്ററി മെത്തേഡായിട്ടും ഉപയോഗിക്കാം. സപ്ലിമെൻ്ററി മെത്തേഡെന്ന് പറഞ്ഞാൽ മറ്റ് മെത്തേഡിനോടൊപ്പം ടെലിഫോൺ ഇൻ്റർവ്യൂ മുഖേനയും ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നടത്തുന്നതിനോടൊപ്പം തന്നെയും ടെലിഫോൺ ഇൻ്റർവ്യൂ നടത്തിയും ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് സപ്ലിമെൻ്ററി മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next, depth interview. This is an intensive and searching interview aiming at studying the respondent's opinion, emotions on the basis of an interview guide. ഡെപ്ത് ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. അതൊരു ഇൻ്റർവ്യൂ ഗൈഡിൻ്റെ സഹായത്തോടെയാണ്. ഇൻ്റർവ്യൂ ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർവ്യൂ എങ്ങനെയാണ് നടത്തേണ്ടുന്നത് എന്ന ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു ഗൈഡ് ലൈൻ. അതാണ് ഇവിടെ ഇൻ്റർവ്യൂ ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടത്. അതിൻ്റെ സഹായത്തോടു കൂടെ റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയനും ഇമോഷൻസും പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ രീതിയിൽ റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻ, ഇമോഷൻസ് പഠിക്കുന്ന ഒരു രീതിയല്ല ഡെപ്ത് ഇൻ്റർവ്യൂവിനുള്ളത്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ കാര്യത്തിൽ എന്നതുപോലെ ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാകും, റെസ്പോണ്ടൻസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അങ്ങനെ അവരുടെ ഒപ്പീനിയൻസ് പഠിക്കാൻ സാധിക്കും. പക്ഷേ ഡെപ്ത് ഇൻ്റർവ്യൂവിൽ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു പഠനമാണ്. ഏതു വിധേനയും റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ദിസ് ഇസ് ആൻ ഇൻറ്റൻസീവ് ആൻഡ് സെർച്ചിങ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഗൈഡിൻ്റെ സഹായത്തോടുകൂടെ റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഇമോഷൻസോ വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കുന്ന ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർവ്യൂ ആണ് ഡെപ്ത് ഇൻ്റർവ്യൂ. ഇവിടെ ഇൻ്റർവ്യൂ ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഗൈഡ് ലൈൻസ് ആണ്. അതിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഡെപ്ത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. This deliberately aims to elicit unconscious as well as extremely personal feelings and emotions. ചില ആൾക്കാർ അവരുടെ മനസ്സിലുള്ളതൊന്നും തന്നെ മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെയും അവരുടെ ഉപബോധ മനസ്സിലുണ്ടാകും, അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാകും, പക്ഷെ അവർ പറയത്തില്ല. ദെൻ എക്സ്ട്രീംലി പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ആരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പേഴ്സണൽ ഫീലിങ്സ്, ഇമോഷൻസ്. അതാണ് എക്സ്ട്രീംലി പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, ഇതൊന്നും ചില ആൾക്കാർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ ഇവയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതാണ് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വമായിട്ട് ഇത് തന്നെയാണ് ലക്ഷ്യം. അൺകോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക, അത് പുറത്തേക്ക് കൊണ്ടുവരിക, അത് എലിസിറ്റ് ചെയ്യുക. അതാണ് ഡെപ്ത് ഇൻ്റർവ്യൂവിൻ്റെ ഉദ്ദേശം.
This is generally a lengthy procedure designed to encourage free expression of the respondents' opinions. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടുന്നത്? അവരുമായിട്ട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സമയം നൽകണം. വളരെ ലെങ്തി പ്രൊസീജിയറാണിത്. അവരുടെ മനസ്സിലുള്ള എന്ത് കാര്യവും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുവാനുള്ള സമയം അത്രയും നൽകുക. അങ്ങനെ മാത്രമേ അത്തരം ആൾക്കാരുടെ മനസ്സിലെ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഇമോഷൻസോ അറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇതൊരു ലെങ്തി പ്രൊസീജിയറാണെന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയാൻ സാധ്യതയില്ല. ഇറ്റ് റിക്വയർസ് പ്രോബിങ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന റെസ്പോണ്ടൻസ് പറയുന്ന ഓരോ മറുപടിയും വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അവർ പറയുന്ന മറുപടിക്കനുസരിച്ച് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ അവരുടെ ഉള്ളിൽ നിന്നും എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ അഭിപ്രായം, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് പ്രോബിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എൻകറേജ് ചെയ്ത് അവരുടെ മനസ്സിലുള്ളത് അത്രയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് പ്രോബിങ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അവരെ എൻകറേജ് ചെയ്യണം, പല കാര്യങ്ങൾ പറഞ്ഞും പല ചോദ്യങ്ങൾ ചോദിച്ചുമൊക്കെ, എന്നിട്ട് അവരുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക. അതാണ് പ്രോബിങ്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. A group interview may be defined as a method of collecting primary data in which a number of individuals with a common interest interact with each other. മറ്റ് ഇൻ്റർവ്യൂവിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിൽ ഇൻട്രസ്റ്റും അതുപോലെ നോളജും ഉള്ള കുറച്ച് റെസ്പോണ്ടൻസിനെ ഇൻട്രാക്റ്റ് ചെയ്യാൻ അനുവദിച്ചിട്ട് അവരുടെ ഇൻട്രാക്ഷൻ അതിൽ നിന്നും പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ദ ഗ്രൂപ്പ് മേ കൺസിസ്റ്റ് ഓഫ് 6 to 8 ഇൻഡിവിജ്വൽസ് വിത്ത് എ കോമൺ ഇൻട്രസ്റ്റ്. ആ ഗ്രൂപ്പിൽ 6 to 8 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, അവർക്കൊക്കെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ടോപ്പിക്കിലാണോ ഡിസ്കഷൻ നടത്തുന്നത് അതിനകത്ത് താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം. ദ ഇൻ്റർവ്യൂവർ ആക്ട്സ് ആസ് ദ ഡിസ്കഷൻ ലീഡർ. ഇവിടെ ഇൻ്റർവ്യൂവിൻ്റെ റോൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ല, അവരുടെ ഡിസ്കഷനെ ഡിറക്റ്റ് ചെയ്യുക, അവരുടെ ഡിസ്കഷന് വേണ്ടിയിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഇവിടെ ഇൻ്റർവ്യൂവിൻ്റെ റോൾ. ഫ്രീ ഡിസ്കഷൻ ഈസ് എൻകറേജ്ഡ് ഓൺ സം ആസ്പെക്ട്സ് ഓഫ് ദ സബ്ജക്റ്റ് അണ്ടർ സ്റ്റഡി. റിസർച്ച് ടോപ്പിക്കിലെ ചില കാര്യങ്ങൾ അവരുടെ ഡിസ്കഷന് വേണ്ടിയിട്ട് അവർക്ക് നൽകണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവിടെ റെസ്പോണ്ടൻസ് ഇൻട്രാക്റ്റ് ചെയ്യും. The desired information may be obtained from the discussions in the group. ആ ഡിസ്കഷനിൽ നിന്നും ധാരാളം ഇൻഫോർമേഷൻ ലഭ്യമാകും. അവരുടെ ഡിസ്കഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻസ് തന്നെയായിരിക്കും അവരവിടെ പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻ അറിയണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഡിസ്കഷൻ ശ്രദ്ധിച്ചിട്ട് അത് നോട്ട് ചെയ്താൽ മതിയാകും. അതായിരിക്കും റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയൻ. ഈ രീതിയിൽ ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിലൂടെ ഡേറ്റ കളക്ഷൻ സാധ്യമാകും. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ.